ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, രാവിലെ ഇറങ്ങുകയാണ്. ഇതിപ്പോൾ ഓണക്കാലമാണ്. ഇപ്പോൾ എല്ലാ ദിവസവും ഓണവിശേഷങ്ങളാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ഒരു സ്ഥലത്ത് പോകാറുണ്ട്. ഓണത്തോടനുബന്ധിച്ചൊരു സദ്യയെല്ലാം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് അവിടെ പോയി കൊടുക്കും. കൂടുതൽ കുട്ടികളും ഓർഫൻസാണ്, അനാഥരാണ്. അപ്പൂപ്പന്മാരാണെങ്കിലും അമ്മമാരാണെങ്കിലും നോക്കാൻ ആളുമില്ലാത്ത ആൾക്കാരാണ്. പക്ഷേ ചിലർക്കൊക്കെ ആൾക്കാരുണ്ടാകാം, പാരൻസ്, പക്ഷേ അവർക്ക് ഇവരെ നോക്കാനുള്ളൊരു സാമ്പത്തികമോ അല്ലാത്ത ചുറ്റുപാടോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ആ വീട്ടിൽ ബുദ്ധിമുട്ടുള്ള രീതിയുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് നിങ്ങൾക്കറിയാം, പലരെ അറിയാം. പാട്ടൊക്കെ പാടുന്ന യദു, അങ്ങനെയുള്ള കുറേ പേരുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓണം ഇന്ന് നമ്മൾ അങ്ങോട്ട് പോവാണ്, അവർക്കുള്ള സദ്യയൊക്കെ ആയിട്ട് പോവാണ്. സദ്യയും ഓണക്കോടിയും എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിത്യകല്യാണി എന്ന പേര് ചുമ്മാതല്ല കേട്ടോ വന്നത്. എല്ലാ ദിവസവും പൂക്കും, രാവിലെയും രാത്രിയും പൂ വിരിയാറുണ്ട്. അങ്ങനെ അഭയതീരത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞു. ഇവർക്കിപ്പോൾ 3 സ്ഥലത്തായിട്ടാണ് ആൾക്കാരെ താമസിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ കുട്ടികളല്ല, ഇവിടെ പിന്നെ പ്രായമായ അമ്മമാർ ഒരു വീട്ടിൽ, അച്ഛന്മാർ വേറെ വീട്ടിൽ. ഭക്ഷണമൊക്കെ നമ്മൾ നേരത്തെ ഈ വാനിൽ കൊടുത്തു വിട്ടിട്ടുണ്ട്. അയ്യോ അയ്യോ, ഭയങ്കര ബഹളമാണല്ലോ ഡമ്മി. ഓ ഓ, വരുതാ. എങ്ങനെ ഓണായി, ഓർമ്മയുണ്ടോ? ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഓ ഓ, ഹാപ്പി ഓണം. അപ്പൊ ചോറ് കഴിക്കാം. ഓക്കെ, വിളമ്പാൻ പറയാം. ഓക്കെ ശരി, വിളമ്പാം. പാട്ട് പാടാം, ഭക്ഷണം കഴിച്ചിട്ട് പാട്ട്. ഓക്കെ ശരി ശരി ശരി. ഓ, ഇതാണ് പുതിയ ആള്, ദേവൻ. ഓക്കെ, ഹലോ. അദ്ദേഹം പുതിയ ആളാണ് അല്ലേ? ഓർമ്മയുണ്ട്, ഓർമ്മ. കഴിക്കാം. ഓ ഹായ് ഹായ്. കാറില് തോർത്തൊക്കെ ഉണ്ട്. പുതിയ ഡ്രസ്സൊക്കെ കൊടുത്തില്ലേ അവർക്ക്? എല്ലാരും പുതിയ ഉടുപ്പല്ലേ ഇട്ടേ? സുഖം. ഓക്കെ. ഓ ഓ ശരി ശരി, നമുക്ക് വേണം പാട്ട് പാടാം. അയ്യോ, കയ്യടിയൊക്കെ മതി. തരും തോർത്ത് തരും. ഭക്ഷണം കഴിച്ചാൽ തോർത്ത് തരും. ഓക്കെ, എല്ലാം കൊള്ളാം, കമ്മല് കൊള്ളാം, ഇഷ്ടമല്ല. ആ ചോറ് ഇപ്പൊ എടുക്കാം. കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ കേട്ടല്ലോ. ആ, ഇവിടെ ചിപ്സ് വന്നില്ല. അയ്യോ, എടുത്ത് കഴിച്ചോണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല. അപ്പൊ അപ്പുറത്തെ ഇലയത് കൂടെ എടുത്തോട്ട് പോയി. ഓ, ഇഞ്ചിയുണ്ട്, നാരങ്ങയുണ്ട്, മാങ്ങയുണ്ട്, എല്ലാം ഉണ്ട്. മതി. സന്തോഷമായോ? ഓക്കെ. ഏതെങ്കിലും കറി കൂടുതൽ ഇഷ്ടമാണെങ്കിൽ പറയണം. ഓക്കെ, കൂടുതൽ വിളമ്പാം.
ഉടുപ്പെല്ലാം ഇഷ്ടമായി എല്ലാവർക്കും? ഇഷ്ടമായി ഇഷ്ടമായി. ഓക്കെ. ഓ കുറച്ച് എന്തെങ്കിലും ഒഴിക്കണോ? പരിപ്പോ സാമ്പാർ എന്താ വേണ്ടേ? പരിപ്പ് കുറച്ചുകൂടെ വേണോ? ഈ വാർത്താനം മാത്രമേ ഉള്ളൂ, കഴിക്കുന്നില്ല കേട്ടോ. ഏതു കഴിച്ചില്ലെങ്കിൽ തോർത്ത് ആ കേട്ടാ. വീട്ടിൽ വിടും ധൈര്യമായിട്ടിരിക്കും. വീട്ടിൽ വിടും. കഴിച്ചാലേ തോർത്ത് കിട്ടുള്ളൂ. കഴിക്കും. വീട്ടിൽ പോകണ ഇഷ്ടമാണ് അല്ലേ? വീട്ടിൽ പോകാൻ ഇഷ്ടമാണ് അല്ലേ? ആ പോയിട്ട് വാ ഓക്കെ. പോയിട്ട് വരും. 4 കുട്ടികളുണ്ട്. അവരെല്ലാവരും തന്നെ യദുവിനെ പോലെ തന്നെ കുറച്ച് വയ്യാത്ത കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എപ്പോഴും അവരെ നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് യദു ഇടയ്ക്ക് മാത്രമേ, ഇതുപോലെ ഓണത്തിന് മാത്രമേ വീട്ടിൽ 2 ദിവസം പോയി നിൽക്കുള്ളൂ. ഓ എന്താ സഹോദരന്മാർ എല്ലാം വെള്ളം വേണോ? അതേ വെള്ളം കുടിക്കും. എല്ലാവരും ഉണ്ട്. ആ ആ അച്ഛൻ മരിച്ചു അല്ലേ? ഓ ചുരിദാറൊക്കെ അടിപൊളിയായിട്ടുണ്ട്, കുഴപ്പമില്ല. ഓ എന്തോ വേണ്ട, കഴിക്ക്. അയ്യോ മതിയാക്കി പോകുമ്പോൾ കഴിക്കാൻ പറയും. അയ്യോ കഴിക്ക്. ഭക്ഷണം കഴിക്കണം, മുഴുവൻ കഴിക്കണം. വിശക്കും അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ. നിഷ കുറച്ച് എടുത്തോ അവനെ. വേണ്ടേ? ഓക്കെ. കുറച്ച് വരട്ടെ ചോറ്. അവിടെ ചോറ് ആർക്കാ വേണ്ടേ? ചോറ് വേണ്ട. സാമ്പാർ ഒഴിച്ച് ചോറ് കുറച്ച്. ഇപ്പം സംസാരിച്ചല്ലോ, എനിക്ക് ചോറ് ഇടരുതേ എന്ന് പറഞ്ഞു. സംസാരിക്കുന്നുണ്ട് ആണല്ലേ? ആ മിടുക്കൻ. കുറച്ചുകൂടെ തരട്ടോ ചോറ്, സാമ്പാർ കഴിക്കാൻ. കുറച്ച് ചോറ് സാമ്പാർ ഒഴിക്കാനായിട്ട്. ഓക്കെ. ആ ഇതിൽ സാമ്പാർ ഇനി വേണം. ഓക്കെ. കഴിക്കണം വേസ്റ്റ് ചെയ്യല്ലേ. കൊടുക്കാം ആവശ്യം പോലെ കൊടുക്കാം. ഓക്കെ ശരി. യെസ് കുടിക്കും. ആഹാരം കഴിക്കും, ചോറും കൂടെ കഴിക്കും. പായസം യദുവിന് ഗ്ലാസ്സിൽ യദു അതിനാണ് വെള്ളം കുടിച്ച് തീർക്കുന്നത്. ഓക്കെ. പായസം ഇഷ്ടമാണല്ലേ? അയ്യോ അതെല്ലാം കൂടെ എടുത്ത് ചോറ് കഴിച്ചു. മതി. ആ ഓക്കെ. കഴിക്ക്. അടിപൊളി ഇഷ്ടപ്പെട്ടു. ഇത് ക്ലാസ്സിൽ മതി. ആ ക്ലാസ്സിൽ കുറച്ചെടുക്കും, അത് കളയണ്ട. ഓക്കെ. തോർത്ത് തരും. ഇത് ആർക്ക് ഏത് കളർ വേണം? ഓക്കെ. അവരുടെ ഓണക്കോടി സ്റ്റാഫിൻ്റെ. ഇവിടെ മറ്റൊരാളും കൂടെ ഉണ്ടല്ലോ. ഹാപ്പി ഓണം. യദുവിന്റെ തോർത്ത്. യദി സെപ്പറേറ്റ് തോളിട്ട് തരാം. ഓക്കെ. സന്തോഷായി. ഹാപ്പി ഓണം. എന്താ വേണ്ടത്? തോർത്തൊന്നും മതി. ചോറ് വേണോ? ചോറ് വേണം. അപ്പൊ സന്തോഷമായി, കുറച്ച് ചോറും കൂടെ കൊടുക്കാം യദുവിന്. യദുവിന് തോർത്ത് കിട്ടേണ്ട സന്തോഷത്തിൽ കുറച്ച് ചോറും കൂടെ കഴിക്കുന്നു. ഓക്കെ. ഇനി എന്താണ്? പുളിശ്ശേരി. അവന് തോർത്ത് മതി. കഴിക്ക് യദി കഴിക്ക്. അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ അവർ ഏതാണ്ട് കഴിച്ച് തരാറ്. ഇനി ഒരു ബാച്ചും കൂടി ഉണ്ട്, ഒരു 4-5 പേരും കൂടി ഉണ്ട്. അവർ കഴിച്ചിട്ട് സ്റ്റാഫ് കഴിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ ഇപ്പം അടിയന്തരമായിട്ട് അടുത്തൊരു സ്ഥലം, ഇതിനടുത്ത് തന്നെ അപ്പൂപ്പന്മാർ താമസിക്കുന്ന സ്ഥലം. അവിടെ അധികം പേരില്ല. എത്ര പേരുണ്ട് അപ്പൂപ്പന്മാർ? 8 പേരോ 7 പേര്. പിന്നെ അമ്മൂമ്മമാർ എത്ര പേരുണ്ട്? അവിടെ 26 പ്രായമുള്ള അമ്മമാരുണ്ട്. അത് കണിയാപുരം അടുത്ത്. ഇതടുത്താണ്. അപ്പൂപ്പന്മാർ 7 അല്ലേ 7 പേര് താമസിക്കുന്നത്. അപ്പോൾ അവിടെയും ഭക്ഷണം കൊടുത്തയക്കണം. ഇവിടെ നിന്ന് അത് സെപ്പറേറ്റ് പാക്കിങ്ങിലാണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. അവർക്കുള്ള ഓണക്കോടി, ഇവർക്കുള്ള ഓണക്കോടിയൊക്കെ നേരത്തെ ഞാൻ കൊടുത്തു വിട്ടിരുന്നു. അപ്പോൾ അത് കാരണം അവരെല്ലാം ഇട്ടിട്ടിരിക്കുകയാണ്. യദുവിന് പക്ഷേ തോർത്താണ് ഏറ്റവും മുഖ്യം അല്ലേ? യദി കഴിക്ക് പെട്ടെന്ന്, ഒരു പാട്ട് കേൾക്കണ്ടേ? കഴിച്ചിട്ട് ഞാൻ തിരിച്ചിതുവഴി വരാം. ഓക്കെ. പാട്ട് കേൾക്കാം അപ്പോൾ. ഓക്കെ. പോയിട്ട് വരാം. ഇതിപ്പോൾ എല്ലാ വർഷവും നമ്മൾ വരുന്നതാണ്. ഇത് സാധാരണഗതിയിൽ നമ്മളിപ്പോൾ അത് വീഡിയോ ആയിട്ട് മറ്റുള്ളവരെ കാണിക്കേണ്ട കാര്യമില്ല. ആക്ച്വലി പറഞ്ഞാൽ നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്താലും അങ്ങനെ അറിയിക്കേണ്ട രീതിയില്ല. പക്ഷേ
കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാനിവിടെ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. എങ്കിലും അവർക്ക് കുറേ സഹായം ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ ചെയ്തിട്ട് അതൊരു വീഡിയോ, ഞാൻ ചെയ്യുന്ന കാര്യം വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാം. ഒരു കണ്ടിന്യൂറ്റി ഉണ്ടല്ലോ, ലാസ്റ്റ് ഇയറല്ലേ നിങ്ങളെല്ലാവരും കണ്ടത്. രണ്ടാമത് അവർക്ക് വേറെ സഹായങ്ങൾ, ഒരുപാട് നന്മ ഉള്ള ആൾക്കാരുണ്ടാവില്ലേ, ഒരുപാട് ആൾക്കാർ. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഇവർക്ക് ഒരു മാസത്തെ പ്രൊവിഷൻ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു 20,000 റുപ്പീസേ ആകുള്ളൂ. അത് ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് ആൾക്കാർ അങ്ങനെ കൊടുക്കുന്നവരുണ്ട്. ഒരു മാസത്തെ പലചരക്ക് സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുന്നവരുണ്ട്. പിന്നെ ഇതുപോലെ ഓണം വരുമ്പോൾ, വിഷു വരുമ്പോൾ ഒക്കെ ഇങ്ങനെ സദ്യ സ്പോൺസർ ചെയ്യുന്നവരുണ്ട്. അവർക്ക് പുതുവസ്ത്രങ്ങൾ സ്പോൺസർ ചെയ്യാൻ പറ്റും. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പൈസയെങ്കിലും ഒരു വർഷത്തിലൊരിക്കലെങ്കിലും മാറ്റി വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ഇവരെ സഹായിക്കുക. അപ്പോൾ ഇങ്ങനൊരു സഹായം, ഇപ്പോൾ ഞാനിത് കാണിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കണ്ടിട്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. എപ്പോഴും നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ ആണ് കാണിക്കുന്നതും പറയുന്നതും ഒക്കെ. അത് ആവശ്യമാണ്. കാര്യം ഇവർക്ക് സത്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻറ്റ് അങ്ങനെയൊന്നുമില്ല. ഇവർ 2 ആൾക്കാരാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. ഒരു 10-60 ഇൻമേറ്റ്സ് ഉണ്ട് ടോട്ടലായിട്ട്. ഈ 3 വാടക വീടുകളിലാണ് ഇവർ താമസിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്കറിയാം പേഴ്സണലി, ഞാൻ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, 4 വർഷമായിട്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കും. ഒരു മാസം അവർക്ക് ആരും കൊടുക്കാനില്ലാത്ത മാസങ്ങളും വരും, പ്രൊവിഷനൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള മാസം എന്നെ വിളിച്ചോളൂ, ഞാൻ അവരെ സഹായിക്കാമെന്ന് പറയാം. അപ്പോൾ അങ്ങനെയും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട നല്ല കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറയുന്നില്ല, അനാഥരാണ്, ആരുമില്ലാത്തവരാണ്. മെൻ്റലി അവർക്ക് ഒരു ഭയങ്കരമായ ഒരു ബുദ്ധിയും കാര്യങ്ങളും ഉള്ള ആൾക്കാരല്ല. കുറച്ച് റിട്ടാർഡേഷൻ ഇഷ്യൂസ് ഉള്ളവരുണ്ട്, പല രീതിയിലുള്ള മാനസികമായ ഇഷ്യൂസ് ഉള്ളവരുണ്ട്, ആരും നോക്കാനില്ലാത്തവർ. അപ്പോൾ ഇവർക്ക് ഒരു നേരത്തെ ഭക്ഷണമൊക്കെ കൊടുക്കുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. ആരെങ്കിലും ഒക്കെ അങ്ങനെ സഹായിച്ചാൽ അവർക്കൊരു വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്മുടെ ഈ അഭയതീരത്തിൻ്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തേക്കാം. കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷമൊക്കെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തു എന്ന് അവരെന്നോട് പറഞ്ഞായിരുന്നു നമ്മുടെ വീഡിയോ കണ്ടിട്ട്. അതുപോലെ ഇപ്രാവശ്യവും നിങ്ങളെ പറ്റുന്ന പോലെയൊക്കെ സഹായിക്കാം. അപ്പോൾ നമ്മളിനി അപ്പൂപ്പന്മാരുടെ ഭാഗത്തേക്ക് പോകും. ഇവിടെയാണ് അപ്പൂപ്പന്മാരെല്ലാം താമസിക്കുന്നത്. അപ്പോൾ ഇത് അപ്പൂപ്പന്മാരെ താമസിപ്പിച്ചിരിക്കുന്ന വീടാണ്. ഇത് 7 വരെ ഉള്ളൂ. പക്ഷേ ഇതൊരു ചെറിയൊരു വീട്, അവർ റെൻറ്റിനടുത്താണ്. അപ്പോൾ ശുഭയും സുനിൽ ഇവരാണ് ഇത് നടത്തുന്നത്, ഈ അഭയതീരം എന്ന് പറഞ്ഞ സ്ഥാപനം. ഗവൺമെൻറ് ഗ്രാൻഡ് ഒന്നുമില്ല. അപ്പം ആരെങ്കിലും ഒക്കെ സഹായിക്കുന്നതാണ് അവരുടെ ആകെയുള്ളൊരു എന്താ പറയുക, വരുമാനം അല്ലേ. ഇവരെ എല്ലാം ഭക്ഷണം കൊടുക്കാൻ, എല്ലാ ദിവസത്തെയും ഭക്ഷണം, അവരുടെ ചിലവ്, കാര്യങ്ങളെല്ലാം. പിന്നെ ഹോസ്പിറ്റൽ കേസ് എല്ലാം നോക്കണമല്ലോ അല്ലേ. അപ്പോൾ അത് ഒരു സ്ഥലം, ഇതൊരു സ്ഥലം, ഇനി ഒരു സ്ഥലം കൂടിയുണ്ട്. അങ്ങനെ 3 സ്ഥലത്ത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ 2 സ്ഥലത്തായിരുന്നു. ഇപ്പോൾ അപ്പൂപ്പന്മാരെ അമ്മൂമാരെയൊക്കെ സെപ്പറേറ്റ് ആക്കി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ വീട്ടിൽ കുറച്ച് പേർക്ക് നടക്കാൻ വയ്യാത്തവർ അപ്സ്റ്റേഴ്സിലാണെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അവിടെ കൊണ്ടുപോയി കൊടുക്കാമല്ലോ ഓണക്കോടിയൊക്കെ. ഇവർക്കുള്ള ഭക്ഷണം ഇവിടെ വിളമ്പി കൊടുക്കും. ഓക്കെ, അവർക്ക് കുറച്ച് സമയം എടുത്തിട്ട് നമുക്ക് മേളിലോട്ട് പോകാം അല്ലേ. ഓക്കെ, ഹാപ്പി ഓണം. ശരി ശരി. ഇത് ഭക്ഷണമൊക്കെ അകത്തോട്ടെടുത്ത് വയ്ക്കാം. ഇത് ഈ അപ്പം ഓണക്കോടിയാണ്. ഹാപ്പി ഓണം. മേളിലോട്ട് കയറാം നമുക്ക്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് കുറേ ആൾക്കാർക്ക്, എങ്കിലും ഓണമല്ലേ. അപ്പോൾ അവർക്കുള്ള കിടമാട്ടെ, കുഴപ്പമില്ല, ഇവിടെ വെച്ചേക്കാൻ. ഹാപ്പി ഓണം. ഇതിവിടെ കിടന്നാൽ മതി. ഓക്കെ, കിടന്നോ. ഹാപ്പി ഓണം. എന്ത് പറ്റി മാമന്? പനിയുടെ. ഓക്കെ, ഇവിടെ വെച്ചേക്കാം. മാമന് ഓണക്കോടി കൊണ്ട് വന്നാണേ, ഇവിടെ വെച്ചേക്കാം. ഓക്കെ, കിടന്നോളൂ. ഓക്കെ, കുഴപ്പമില്ല. മാമൻ കിടന്നോളൂ. കാര്യം പറയണോ? ഓക്കെ, അത് ഓണക്കോടി അതിങ്ങടുത്ത്. മുണ്ടും ഷർട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, കൊണ്ടുതരാം. ഓണത്തിന് ഓണക്കോടി. ഓക്കെ, അപ്പോൾ ആരോഗ്യമൊക്കെ വീണ്ടെടുക്കട്ടെ, പെട്ടെന്ന് അസുഖം ഇതാവട്ടെ. വയ്യാതിരിക്കുമല്ലേ? കുഴപ്പമില്ല, കിടന്നോളൂ. ഓക്കെ, ശരി.
ആരും മോഷ്ടിക്കില്ല. ആണോ? ഇത് മോഷ്ടിക്കാൻ വരും, അദ്ദേഹത്തിന്റെ തോന്നലാണ്. സൂക്ഷിച്ച് ഒളിപ്പിച്ച് വെച്ചാൽ മതി, കൊടുക്കണ്ട ആർക്കും കേട്ടോ. അപ്പം അദ്ദേഹത്തിന് അങ്ങനെ ഒരു തോന്നൽ വരും, എല്ലാവരും എടുത്തോണ്ട് പോകണമെന്നൊക്കെ. കണ്ണ് കാണാൻ വയ്യ, അതാണ്. പുള്ളിക്കാരന് കാഴ്ചയില്ല, പക്ഷെ പ്രോബ്ലം ഉണ്ട്. ആനന്ദ് മാമൻ അല്ലേ? ഓക്കെ മാമ, ഹാപ്പി ഓണം. ഓക്കെ, ശരി. അപ്പോൾ ഇവർക്കുള്ള ഭക്ഷണം ഇപ്പോൾ വിളമ്പി കൊടുക്കും. അവർക്കുള്ള ഭക്ഷണം അവരുടെ സമയം അനുസരിച്ച് വിളമ്പി കൊടുക്കും. ഓക്കെ, കുറച്ച് പേരല്ലേ ഉള്ളവർ വിളമ്പി കൊടുക്കും. ഞങ്ങൾ അമ്മമാരുടെ അങ്ങോട്ട് പോയിട്ട്. ശരി, ഓക്കെ, ഹാപ്പി പോയിട്ട് വരട്ടെ. ഇവിടെ അമ്മമാരെ താമസിപ്പിച്ചിരിക്കുന്ന വീടെത്തി. ഇത് കണിയാപുരം ഭാഗത്താണ് ഈ വീട്. എല്ലാവരും വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പം അമ്മമാരുടെ വീടെത്തി. ഇവിടെയൊക്കെ ഉള്ള ഭക്ഷണം കൂടി അകത്തേക്ക് വയ്ക്കാം. ഹലോ, എല്ലാവരും റെഡി കഴിക്കാൻ? കൊള്ളാം, ഹാപ്പി ഓണം. ഓ, കാറ്റ്. ഓ, അയ്യോ, ഇല്ല, കഴിക്കാം. ഓക്കെ, എല്ലാം വിളമ്പാം നമ്മളിപ്പോൾ. വിശന്നോ? താമസിച്ചില്ലല്ലോ? ഓക്കെ. അയ്യോ, അത് കളിക്ക്. മുടിയെന്ത് പറ്റിയതാ? കളർ ചെയ്ത മുടിയല്ലേ? അയ്യോ, ഇത് പുതിയ വീടാണ് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. അന്ന് വന്ന വേറെ ബിൽഡിങ്ങിലായിരുന്നു. യെസ്. ഇവിടെ എങ്ങനെ, സുഖമാണോ? എല്ലാവരും ഹാപ്പി അല്ലേ? ഓക്കെ, പരമാനന്ദ സുഖമാണ്. അപ്പം നന്നായിട്ട് നോക്കുന്നുണ്ടല്ലേ ഇവർ രണ്ടുപേരും? സുനിലും നോക്കുന്നു, സന്തോഷം. നമ്മൾ വല്ലപ്പോഴൊക്കെ വരുള്ളൂ ഇതൊക്കെ അന്വേഷിക്കാനായിട്ട്. ഇവരെല്ലാം എപ്പോഴും നോക്കുന്ന ആൾക്കാർ. അവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ? മീൻ വാങ്ങിക്കാൻ വന്നപ്പോ? ഓക്കെ. അവിടെ അടുത്താണോ വീട്? ഓ, ഇവിടെ വന്നിട്ട് അധികം ദിവസമായില്ല. എത്ര നാളെ? അന്ന് വന്നപ്പോ ഇല്ലായിരുന്നല്ലോ. ആണോ? അമ്മ എന്നാ വന്നേ ഇവിടെ? 5 മാസമായി അല്ലേ? ഓക്കെ. അത് ശരി. കാണിച്ചതിന് പ്രശ്നമാവോ? ആണോ? എന്താണ് അമ്മയുടെ? ആണോ, അമ്മയുടെ കാര്യം അല്ലേ? എന്താണ്? 101 പവനും 5 ലക്ഷം രൂപയും 2 വെള്ളക്കടം കൊടുത്തു. ഓക്കെ. അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നോ? കുട്ടികളെ നല്ല സ്ത്രീധനം കൊടുത്ത് വിട്ടു. 101 പവന്റെ സ്വർണവും 5 ലക്ഷം രൂപയും കൊടുത്തൊക്കെ പറഞ്ഞ്. അവരെല്ലാം എവിടെയാണ് ഇപ്പോ? അവരെല്ലാം ഇവിടേക്ക് ഉണ്ട്. തിരുവനന്തപുരത്തുണ്ടോ? ഉണ്ട്. പെൺകുട്ടികളാണോ? പെൺകുട്ടികളും ഒരു മോനും ഉണ്ട്. ജോലിയുണ്ട്. മോൻ എവിടെയാ ജോലി? സെന്റ് അഗസ്റ്റ് മുരുക്കുമ്പുഴ കോളേജാണ്. സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ഓഹോ, പ്യൂണായിട്ട്. എന്നിട്ട് ഇപ്പം എന്ത് പറ്റി? ഒരു മരുമോൻ ISROയിൽ വർക്ക് ചെയ്യുന്നു. എന്നിട്ട് ആരും അമ്മയെ നോക്കുന്നില്ല എന്നോ? എന്നിട്ട് എന്താ ഉപദ്രവിച്ചോ? ഉപദ്രവിച്ചൊന്നുമില്ല. എനിക്ക് ആഹാരം തരാതിരുന്നു. അപ്പോഴും ഞാൻ 8 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീട് വിട്ടിറങ്ങിയിരുന്നു. ആണല്ലേ? അവരന്വേഷിച്ചില്ലേ? പിന്നെ അന്വേഷിച്ച് ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയാൻ എല്ലാ കാര്യങ്ങളും അറിയാം. വന്ന് അന്വേഷിച്ചില്ലേ? ഇവിടെ വന്നില്ലേ? പിന്നെ വന്ന് തിരിച്ചു വിളിച്ചില്ലേ? തിരിച്ചു വിളിക്കുന്നില്ല. അവർക്ക് നോക്കാൻ വയ്യ. അവര് വാടകയ്ക്ക് ഏതെങ്കിലും ഒരു വീടെടുത്ത് നോക്കാം. നമ്മൾ പോലീസ് സ്റ്റേഷനിലൊക്കെ വാടകയ്ക്ക് വീടെടുത്ത് അമ്മ ഒറ്റയ്ക്ക് താമസിപ്പിക്കാം. എന്നിട്ട് ജോലിക്കാരാക്കി തരാം എന്നൊക്കെ പറയുന്നു. ഇവര് 2-3 മാസം കൊണ്ട് ഇങ്ങനെ. അതായാലും കുഴപ്പമില്ല, അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ആരെങ്കിലും ഒരു ജോലിക്ക് ഒരാളെ അത് തരില്ല, പറച്ചിലേ ഉള്ളൂ അല്ലേ? ആ വീടൊക്കെ ആരുടെ പേരിലായിരുന്നു? വിറ്റു. സ്വന്തമായിട്ട് വീടില്ലായിരുന്നോ? ഇപ്പൊ ലാസ്റ്റ് ഒരു വീടുണ്ടായിരുന്നു നമ്മളെ വയ്യാത്ത കൊച്ചുങ്ങളൊക്കെ. അതേ ഒരു മോൻ, ആ മോനുള്ള ഓഹരിയായിരുന്നു. ആ മോൻ ഈ ഇടയ്ക്ക് കൊറോണയൊക്കെ വന്ന് മരിച്ചപ്പോഴത്തേക്ക് ആ ഷെയറും എല്ലാം കൂടെ വിറ്റ് അതും 12.5 ലക്ഷം വീതം ഇവര് കൊണ്ടുപോയി. അയ്യോ, അതും കൊടുത്ത്. എനിക്ക് ഒരു ഷെയർ. ആ പൈസ എന്ത് ചെയ്തപ്പോ? കുറച്ചുണ്ട്. അതിലും ക്യാൻസർ ഒന്ന് നെഞ്ചെടുത്ത്. ആണോ? ക്യാൻസർ വന്നിരുന്നോ? അതല്ല, ഇതിന് ശേഷമാണോ? അത് വിറ്റതിന് ശേഷമാണോ? അതിന് മുമ്പാണ്. അതൊക്കെ ഈ കുട്ടികൾ തന്നെയാണോ നോക്കിയത്? നോക്കിയില്ല. എല്ലാം എൻ്റെ ചെലവിലാണ് എൻ്റെ ചികിത്സകൾ കംപ്ലീറ്റ്. മനസ്സിലായി. ഇവരാരും എനിക്കൊന്നും തന്നെ ഒരു നീഡിലോലും മാറ്റി. പോട്ടെ, സാരമില്ല. ഓക്കെ.
അത് കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ ഇവർ അമ്മയെ പോലെ നോക്കുന്നില്ലേ? ഇവിടെ ഇത്രയും ഫ്രണ്ട്സ് ഉണ്ട്, ഇവരെല്ലാവരും അല്ലേ ആദ്യമായിട്ട്. അത് പോരാ, മക്കളൊക്കെ നല്ല പൊസിഷനിലായ സ്ഥിതിക്ക് അത് മക്കളുടെ തെറ്റാണ്. അത് തെറ്റല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അച്ഛനമ്മമാരെ നോക്കുക എന്നുള്ളത് മക്കളുടെ കടമ തന്നെയാണ്. അവരെ നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ വളർത്തി വലുതാക്കി ഒരു പൊസിഷനിലെത്തിയ അത് ചില മക്കൾ അങ്ങനെ ആയിപ്പോവും. എന്ത് ചെയ്യാൻ പറ്റും അമ്മേ? പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിലുണ്ടല്ലേ? ഓക്കെ ഓക്കെ. അമ്മയുടെ പേര് പറയോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കണ്ടിട്ടില്ല, അതാണ് ഞാൻ ചോദിച്ചത്. പുതിയ അമ്മയാണല്ലേ? അപ്പോൾ അമ്മയ്ക്ക് വലിയ വിഷമങ്ങളുണ്ട് കേട്ടോ. അതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കുട്ടികളാണ് തിരിച്ചറിയേണ്ടത്. അമ്മമാരുടെയൊക്കെ വിലയൊക്കെ അവരൊക്കെ പോയി കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ, അച്ഛനമ്മമാരോടൊക്കെ എങ്ങനെയാണ്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ എല്ലാത്തരം ആൾക്കാരും ഉണ്ട്. അച്ഛനമ്മമാരെ നോക്കുന്നവരുണ്ട്, നോക്കാത്തവരുണ്ട്, പല രീതിയിലുള്ള ആളുകളാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കതിനെക്കുറിച്ച് എന്ത് പറയണമെന്ന് തന്നെ അറിയില്ല സത്യം പറഞ്ഞാൽ. അത് വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. സമാധാനമായിട്ടിരിക്കും, അവർക്കൊരു മാറ്റം വരും എന്ന് വിചാരിക്കാം. കുട്ടികൾ എന്നാണെങ്കിലും തിരിച്ചറിയും, മനസ്സിലായില്ലേ? അമ്മയുടെ അടുത്തുള്ള സ്നേഹം തിരിച്ചറിഞ്ഞ് തിരിച്ച് വരും. എന്നിട്ട് വീടെടുത്ത് ഒരാളെ വെച്ച് തന്നാലും മതി, ഒറ്റയ്ക്ക് താമസിക്കാൻ ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് താമസിക്കാം. ഇനി ഇവരോടൊക്കെ ഇപ്പം സന്തോഷമായിട്ട് ഇപ്പോൾ തൽക്കാലം ഹാപ്പിയാണല്ലോ ഒറ്റയ്ക്ക്. അതെ, വിഷമമാണ്. പോട്ടെ, സാരമില്ല കേട്ടോ. നമ്മളൊക്കെ ഇടയ്ക്കൊക്കെ വന്ന് അന്വേഷിക്കാം. ഓക്കെ, ശരി. കഴിച്ചാലോ? വിളമ്പാം. അപ്പോൾ ഇവർക്ക് വേണ്ട സഹായം എന്ന് പറഞ്ഞാൽ ഇവരിപ്പോൾ എല്ലാം റെൻറ്റഡ് ഹൗസസിലാണ് ഇവരെല്ലാം താമസിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ സ്വന്തമായിട്ട് കുറച്ച് സ്ഥലം 30 സെൻറ്റ് സ്ഥലം ഇവിടെ മേടിച്ചു എന്ന് പറഞ്ഞു, ശുഭയും അവർ രണ്ടാളും കൂടി ചേർന്നിട്ട്. പക്ഷേ ബിൽഡിംഗ് കെട്ടാൻ പൈസയില്ല. അപ്പോൾ അതിന് കുറച്ച് സഹായിക്കാൻ മനസ്സുള്ളവർക്ക് കുറച്ച് പൈസ കൊടുത്ത് സഹായിക്കാം. കുറച്ചൊക്കെ ലോൺ എടുത്ത് ചെയ്യും, ബാക്കി കുറച്ച് ക്യാഷായിട്ട് കിട്ടിയാൽ അങ്ങനെ. പിന്നെ ഇവരുടെ ഡേ ടു ഡേ കാര്യങ്ങൾ എല്ലാം നടക്കണമല്ലോ. പിന്നെ ഇവിടെ കിടപ്പ് രോഗികളായിട്ടുള്ള അമ്മമാരും ഉണ്ട്. ആ അമ്മയ്ക്ക് കിടക്കുകയാണ് അല്ലേ, വയ്യാതെ കിടപ്പ്, തീരെ വയ്യാത്ത അമ്മയാണ് ഇവിടെ. വളരെ വിഷമമാണ് ഇങ്ങനത്തെ കാഴ്ചകൾ കാണുമ്പോൾ. നടക്കുന്നതൊന്നും കുഴപ്പമില്ല, പക്ഷേ കിടപ്പായി കഴിഞ്ഞാൽ സങ്കടമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ കാര്യം ഓർമ്മ വരും ഇവിടെ വരുമ്പോൾ. കാര്യം അമ്മ ഒരു 4.5 വർഷം കിടപ്പ് രോഗിയായിരുന്നു, ബെഡ് റിഡൺ ആയിരുന്നു. അപ്പോൾ അത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് നമ്മളെല്ലാവരും ഉണ്ടല്ലോ അമ്മയെ നോക്കും. പക്ഷെ ഇവർക്ക് ആരുമില്ല, കുറച്ച് കെയർ ടേക്കേഴ്സ് മാത്രമേ ഉള്ളൂ. തീരെ വയ്യ അല്ലേ കിടക്ക്. എവിടുന്ന് കിട്ടി അമ്മേ? പഞ്ചായത്ത് തന്നാണല്ലേ? പക്ഷെ ആ മോന് എന്താ നോക്കാത്തെ? കല്യാണം കഴിച്ചിട്ടില്ല, ഇതുവരെ നോക്കി. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വേണ്ട, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് സ്ഥലത്ത് വിളിച്ചിട്ട് ആരും നോക്കൂല എന്ന് പറഞ്ഞ് എന്നെ തൊഴുത് വന്നു. ഞാൻ കുഴപ്പമില്ല, നോക്കാം. ഈ മുഴ മറ്റേ മോനോ വേറെ കല്യാണം കഴിച്ച് പോയി, നോക്കുന്നില്ല, നോക്കൂല. ഈ ഒരു മോനാണ് നോക്കുന്നത്. എത്ര നല്ല പ്രായമുണ്ട് അമ്മയ്ക്കല്ലേ? ഇല്ല, 63 തൊഴിലുറപ്പിന് പോയാണ്. 8 മാസം കൊണ്ടാണ് ഇങ്ങനെ. എന്താ മുഴ വന്നത്? മുഴ വന്നപ്പോഴത്തേക്ക് അത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂല. അപ്പൊ അത് അങ്ങനെ തന്നെ നിന്ന് ഗുളി കഴിക്കാനേ പറ്റുള്ളൂ. അപ്പൊ നടക്കാൻ പറ്റാതെ പോയി, തലയിലായോണ്ട്. നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് റെഫർ ചെയ്ത ആൾക്കാർ വരുമോ? പഞ്ചായത്തിൽ നിന്നൊക്കെ ഉണ്ട്. പിന്നെ ആരൊക്കെ? പഞ്ചായത്തിൽ നിന്ന്, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒക്കെ ഉള്ള മിക്കവാറും ഉള്ളവരെല്ലാം അങ്ങനെ. പോലീസ് കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നവരുണ്ട്, വഴിയിലേക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരുണ്ടാവും, സ്നേഹിത വഴി, പഞ്ചായത്ത് അങ്ങനെയുള്ള ആൾക്കാർ വരുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ട് അല്ലാതെ വന്നിട്ടുള്ളൂ. അതെങ്ങനെ അറിഞ്ഞു? മക്കളുള്ളവർക്ക് ഇവിടെ അറിയാല്ലേ? ചിലർക്കൊക്കെ നമ്മളെ സ്ഥാപനം അറിയാം. മേഡം ഇപ്പൊ ഇതിലൊക്കെ കേൾക്കുന്നുണ്ട്, നമ്മളെ കുറച്ചവർക്കൊക്കെ അറിയാം. നല്ല കാര്യമാണ് ചെയ്യുന്നത്, അഭേദം. ഓക്കെ, അപ്പം സഹായിക്കാൻ മനസ്സുള്ളവർ സഹായിക്കുക. അതിൻ്റെ നമ്പർ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുക്കാം. ലളിതാദേവി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഉണ്ടായിരുന്നോ അവിടെ? ഉണ്ടായിരുന്നു. ഓ ശരി, മറ്റേ ബിൽഡിങ്ങിൽ. ശരിയാണ്, കറക്റ്റ്, ഉണ്ടായിരുന്നു. അപ്പം എന്നെ ഓർമ്മയുണ്ട്. സന്തോഷമായോ? ഓക്കെ, ഇവർക്ക് ഡ്രസ്സൊക്കെ കൊടുത്തല്ലോ അല്ലേ? ഓക്കെ, എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓണക്കോടിയെ കൊണ്ടുവന്നിട്ടുണ്ട്.
അപ്പോൾ എല്ലാവർക്കുള്ള ഓണക്കോടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ചിലരെല്ലാം സാരി ഉടുക്കുന്ന ഇവിടെ ഒരാളേ ഉള്ളൂ അല്ലേ? ഇതേ ഉള്ളൂ. ബാക്കി എല്ലാവരും നൈറ്റിയാണ് പ്രിഫർ ചെയ്യുന്നത്. സാരി തന്നെയാണ്. ഹാപ്പി ഓണം. ആ മോക്കോ ഉണ്ടുണ്ട്, അമ്മയുടെ ഉണ്ട്, അമ്മയുടെ. ഇത് ലൂസാണെങ്കിൽ അടിച്ചു കൊടുക്കുമല്ലോ അല്ലേ? ഓക്കെ. ഹാപ്പി ഓണം. ഈ കളർ മതിയോ? ഇഷ്ടമായോ? ഓക്കെ. ഹാപ്പി ഓണം. തോർത്ത് തോർത്ത് എല്ലാവർക്കും ഒരു തോർത്തും ഒരു നൈറ്റി. ഓക്കെ. നിങ്ങളുടെ എല്ലാവരുടെയും ഭക്ഷണം കഴിഞ്ഞിട്ട് ഓണക്കൊടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ള കളർ ഇഷ്ടമുള്ളവർക്ക് എടുക്കാം അല്ലേ? അതങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ വെച്ചേക്കാം. അവർക്ക് ഇഷ്ടമുള്ളത് ഒരു സെലക്ട് ചെയ്യട്ടെ. തോർത്തും കളർ വേണമെങ്കിൽ മാറ്റിയെടുക്കാം കേട്ടോ. ഇവരെല്ലാം നോക്കുന്ന ആൾക്കാരാണ്, സ്റ്റാഫാണ്. അപ്പോൾ ഹാപ്പി ഓണം. ഇവരെല്ലാം നോക്കുന്നത്, ഭക്ഷണം ഉണ്ടാക്കുന്നതും കൊടുക്കുന്നതും എല്ലാം ഇവരാണ്. ഹാപ്പി ഓണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റിയെടുത്തോളൂ കളറ്. ഞാൻ ഇത് റാൻഡമായിട്ട് പിക്ക് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. കുറച്ച് പേർക്ക് കൈലിയും തോർത്തും മതി. കുറച്ച് പേർക്ക് കൂടുതൽ പേരും നൈറ്റിയാണ്. ഒരാളേ ഉള്ളൂ സാരി അല്ലേ? ഊണെങ്ങനെയുണ്ട്? കൊള്ളാമോ? കറികളും ചോറും ഒക്കെ മുഴുവൻ കഴിക്കണം കേട്ടോ. പായസമുണ്ട്, അട. രണ്ടാമത് വേണമെന്നുള്ളത്. ഈ അമ്മ അതൊന്നും കഴിച്ചില്ലല്ലോ. കുറച്ചുകൂടെ കഴിക്കണം. കുറേശ്ശേ കഴിക്കുള്ളൂ അല്ലേ? പതുക്കെ പതുക്കെ. ഓക്കെ. കുറച്ച് പേര് കുറച്ച് കഴിക്കും, കുറച്ച് പേര് വളരെ പതുക്കെ കഴിക്കും, ചിലർ വളരെ കുറച്ചേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി ഇവരെല്ലാവരും കഴിച്ച് തീർന്നിട്ട് നമുക്കിവിടെ നിന്ന് പോവാം. യതി അവിടെ പാട്ട് പാടാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് നേരെ യതിനെ കണ്ടൊരു പാട്ട് പാടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാം. അപ്പൂപ്പന്മാർക്കുള്ളത് അവരവിടെ വിളമ്പി കൊടുത്തോളും സമയമാകുമ്പോൾ കറക്റ്റ്. സാരി ഇഷ്ടപ്പെട്ടോ നോക്കട്ടെ. സാരി ഇഷ്ടപ്പെട്ടോ? അയ്യോ കാണാൻ പറ്റില്ലേ? സന്തോഷമാണല്ലോ അല്ലേ? ശരി, കാണാൻ പറ്റില്ല. അപ്പോൾ സാരിയുടെ ഒരു കാണാൻ അല്ലേ, കളറൊന്നും അറിയാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ അഭയതീരത്തിലെ അമ്മമാരോടൊപ്പം കുറച്ച് നേരം നമ്മൾ ചിലവഴിക്കുന്നു. കുട്ടികളോടൊപ്പം കുറച്ച് നേരം പോയി. പിന്നെന്താ പറയുക, ഈ ഓണത്തിന് നമ്മൾ എല്ലാവരെയും നമ്മൾ ഇവരുടെ സന്തോഷത്തിൽ നമ്മൾ പങ്കാളികളാകുന്നു അല്ലേ? ശുഭയുടെയും ഒക്കെ ആൻഡ് സുനിൽ രണ്ടുപേരുടെയും സർവീസസ് കമൻറ്റബിളാണ്. അവരുടെ സ്വന്തം റിസ്കിലാണ് ഇങ്ങനത്തെ ഈ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നത്, അഭയതീരം. കുറച്ച് പേരെല്ലാം കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് സഹായിച്ചു എന്ന് പറഞ്ഞു. അതിന് മുന്നത്തെ അല്ലേ പല വീഡിയോസിലും സഹായിക്കുന്നുണ്ട്. ഇപ്രാവശ്യവും തീർച്ചയായിട്ടും ഒരുപാട് പേര് സഹായിക്കുന്നുണ്ടാവും. ഓക്കെ. നിങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ കാര്യം ഞാൻ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വാടക തന്നെ എത്ര രൂപയാകുന്നുണ്ട്? വാടക തന്നെ ഒരിടത്ത് 17, ഒരിടത്ത് ഇവിടെ 22,000, മറ്റേ അപ്പൂപ്പന്മാരുള്ളിടത്ത് 13,000. എല്ലാം കൂടി 50-55 പിന്നെ ഇത് ഇലക്ട്രിസിറ്റി ബില്ല് അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ഇവരുടെ മാസം തോറുള്ള ഇവരുടെ ചിലവിൻ്റെ പൈസ, മെഡിസിനൊക്കെ ആരെങ്കിലുമൊക്കെ തരുന്നുണ്ടാവില്ലേ? കുറച്ചെങ്കിലും ഇല്ല അല്ലേ? ഓക്കെ. മെഡിസിൻ ഉണ്ട്. പിന്നെ അതുപോലെ ഈ വസ്ത്രമൊക്കെ വർഷത്തിൽ ഒരിക്കലൊക്കെ ഓണക്കോടി മേഡത്തിന്റെ കണക്ക് എല്ലാ വർഷവും ഉണ്ട്. മേഡം ഈ പ്രാവശ്യമാണ് മേഡം ഇതിലെല്ലാവരും കണ്ടത്. എല്ലാ വർഷവും ഞാൻ സാധാരണ അതൊന്നും കാണിക്കാറില്ല. കാരണം പക്ഷെ അത് വേണമെന്ന് തോന്നിയെന്ന് വെച്ചാൽ നിങ്ങളും പറ്റുമെങ്കിൽ ഇതുപോലെ ഇവർക്ക് വസ്ത്രങ്ങളും ഒക്കെ എടുത്തു കൊടുക്കുക. കാരണം ഒരു ഓണത്തിനാണ് നമുക്ക് അവർക്ക് ഓണക്കോടി കൊണ്ടു കൊടുക്കുന്നത്. അപ്പം അത് ഒരു വർഷം മുഴുവൻ അവരൊരു ഡ്രസ്സ് വെച്ചാൽ അവർക്ക് ഇനി കുറച്ച് അല്ലാതെയും കുറച്ച് ഡ്രസ്സ് കിട്ടിയാൽ നല്ലതല്ലേ? അപ്പോൾ ബെഡ്ഷീറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങൾ, പില്ലോ കവേഴ്സ്, തോർത്ത്, ഒരുപാട് ആവശ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ സഹായിക്കുക. ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ചിട്ട് എങ്ങനെയാണ് സഹായിക്കാൻ പറ്റുക. നമ്മുടെ അച്ഛനമ്മമാരെയൊക്കെ മനസ്സിലാലോചിക്കുക. അപ്പോൾ മക്കൾ വിട്ടിട്ട് പോയ ഉപേക്ഷിച്ച അമ്മമാരും ഇവിടെ ഉണ്ട്, അച്ഛന്മാരും ഉണ്ട്.
പിന്നെ ഇല്ലാത്തവരുണ്ട് അല്ലേ, കുട്ടികളില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരും ഉണ്ട്. അങ്ങനെ പല പല പ്രശ്നങ്ങളിലാണല്ലോ വരുന്നത്. എന്തായാലും ഇവർ നോക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഫിനാൻഷ്യൽ സപ്പോർട്ടാണ് അവർക്ക് വേണ്ടത്. സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് ആയാൽ ഇത്രയും പൈസ ലാഭമാണ്. മാത്രമല്ല ഗവൺമെന്റിന്റെ ഗ്രാൻറ്റും വേണമെങ്കിൽ അപ്ലൈ. കാരണം നമുക്ക് ബിൽഡിംഗ് ആയാലും ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ട് അവരെല്ലാം സഹായിക്കും. പക്ഷേ നമുക്ക് ബിൽഡിംഗ് ആണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇനി ഇപ്രാവശ്യത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനും ഇത് കഴിഞ്ഞ് ഇറങ്ങുന്നു. ഓക്കെ, ശരി, പോയിട്ട് വരാം. കഴിച്ചിട്ട് ഇറങ്ങുള്ളൂ, അവർ കഴിച്ചിട്ട്. ഞാനോ? കുഴപ്പമില്ല, എനിക്കിനി സമയമുണ്ട്, കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്. കഴിക്കാം. ഞാൻ കഴിക്കാൻ സമയമില്ല, അതുകൊണ്ടാണ്. ഓക്കെ, എനിക്ക് വേറെ കുറേ സ്ഥലങ്ങളുണ്ട്. കഷ്ടം, വിഷമിക്കേണ്ടത്, എന്തെങ്കിലും ശരിയായി വരും കേട്ടോ. മക്കൾക്കൊരു തിരിച്ചറിവുണ്ടാവും. സ്റ്റേഷനിൽ വിളിപ്പിച്ച് കളക്ടർക്ക് പരാതി കൊടുത്തോ? എന്നിട്ടും അവരത് ശരിയായില്ല, കോംപ്രമൈസ് അല്ലേ. പറഞ്ഞതേ ഉള്ളൂ വീടെടുത്ത് താമസിപ്പിക്കാം, മക്കൾ വന്ന് കോംപ്രമൈസ് എന്നുള്ള പോലീസ് സ്റ്റേഷനിലൊക്കെ എഴുതി കൊടുത്തു. പക്ഷെ വന്നില്ല, ചെയ്തില്ല. നീണ്ടു പോവാണ് കാര്യങ്ങൾ. അമ്മയ്ക്ക് വലിയ വിഷമമാണ്. ഓണം എന്നൊക്കെ പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ മക്കളെല്ലാം ഹാപ്പിയാണ്. കുറച്ച് എന്നാലും അൾട്ടിമേറ്റ്ലി മക്കളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ, മക്കളെയൊക്കെ നല്ല പൊസിഷനിലായിരിക്കുമ്പോൾ അമ്മമാരെ ഇങ്ങനെ ഉപേക്ഷിക്കുമ്പോൾ അവർക്കതൊരു സങ്കടം തന്നെയല്ലേ. തീർച്ചയായിട്ടും ഓരോ അമ്മമാരും അങ്ങനെ വിഷമിക്കരുതെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അതെ, സത്യം. മക്കളില്ലാത്തവരെ നോക്കുന്നതിൽ നമുക്ക് സന്തോഷമാണ്. മക്കളുള്ളവര് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് അതിനെക്കാട്ടി വിഷമം. നടക്കാൻ പറ്റിയ ബുദ്ധിമുട്ടുള്ള എത്ര അമ്മമാരുണ്ട് ഇവിടെ. കിടപ്പ് രോഗികളുണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. ഒരമ്മ അവിടെ കിടക്കുകയാണ്, എണ്ണിക്കാൻ പറ്റില്ല. ഞാൻ കാണിക്കാത്തതാണ്, കാണാൻ പോലും പറ്റില്ല. അത്ര സങ്കടം തോന്നും അത് ആ ഒരു ഏരിയയിലേക്ക്. ഓക്കെ, അതെ, അത്രയും കഴിച്ചില്ലല്ലേ, വേസ്റ്റ് ചെയ്ത് പാവം. കഴിക്കാൻ പറ്റില്ലല്ലേ. ഓ ദേവകിയമ്മ ഒരു പാട്ട് പാടോ? പൈസ വന്നാ പാട്ട് പാടാം. ഇഷ്ടമുള്ളൊരു പാട്ട് പാടും. കൈ കഴുകിട്ട് ശരി, വരാം. പോയിട്ട് വരാം. ഓ, സന്തോഷം. പോയിട്ട് വരാം അമ്മ. ഓക്കെ, ശരി. എതിയുടെ പാട്ട് കേൾക്കാൻ ഓടി വന്നാണ് തിരിച്ച്. ഇവരൊക്കെയാണോ കളക്ഷന് പോണ ആൾക്കാർ? പാട് ഇവിടെ ഒന്ന് പാടാ. യതിയും അനു. ഏത് പാട്ട്? പാടിക്കോ. അമ്പാടി നീ കണി കണ്ടോ ഉറങ്ങുമ്പോ കിളുക്കാൻ പെട്ടി മോള് നന്നായിട്ട് പാടുന്നുണ്ട് അല്ലേ? അനുവും പാടുന്നുണ്ട്, യതി പാടുന്നുണ്ട്. വീട് സമാധാനപ്പെടും. വീട്ടിൽ പോകാനുള്ള ആഗ്രഹമാണ് പാവം. വർഷത്തിലൊരിക്കലാണ് പോകുന്നത്, 2 ദിവസത്തേക്ക്. പോയിട്ട് വരണമല്ലോ. ഇവരെല്ലാം ആണോ കളക്ഷന് പോണ ആൾക്കാര്? ഇന്നത്തെ കഴിഞ്ഞോ? പാട്ട് വന്നു. തിരിച്ച് ഞാൻ മാറിയേക്കെ ഇങ്ങോട്ട്. അങ്ങോട്ട് തിരിഞ്ഞ് എന്ന് ചെയ്താലേ കാര്യമുള്ളൂ. ചേട്ടാ കളിക്ക
തിരിച്ച് 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 സ്റ്റെപ്പൊക്കെ അടിച്ച് വിളിച്ച് കളിക്ക നിങ്ങളെല്ലാവരും കളിക്കുക. ആർക്ക് കളിക്കണം? മോനെ കളിക്കണ്ടേ? ആ മോന് കളിക്ക. ഇത് കഴിഞ്ഞിട്ട് പാടാം. ഓക്കെ, ഇത് ഡാൻസ് ചെയ്യട്ടെ. ഈ മോനും കൂടെ കളിച്ചോളാം മതി. അനു ഭയങ്കര ഡാൻസും പാട്ടും ഒരു രക്ഷയില്ല, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അടിപൊളി അടിപൊളി കല അടിപൊളി അടിപൊളി. ഓക്കെ ഓക്കെ കൊള്ളാം. അടിപൊളി അടിപൊളി അടിപൊളി. സൂപ്പർ സൂപ്പർ. പിന്നെ ആർക്കാ പാട്ട് പാടുന്നത്? വരും പാടും പാടാം. അതൊക്കെ സൂക്ഷിച്ച്. ഓക്കെ ഓക്കെ പാടിക്കാട്ടെ. താളോളം താളോളം താളോളമോനെ ഉമ്മാനെ പൊണ്ണുമോനല്ലേ കടന്നല്ലേ മോനെ ഉമ്മാനെ മുട്ടല്ലേ അവ തമ്മ കാറവല്ലേ കളഞ്ഞാറേ കയ്യിൽ ഒഴുങ്ങി പോകുന്നാരോ പൂമാനെ ക്ലാപ്പ്. അത് ഇത് വേണം താളം. ഓ അടിപൊളി അടിപൊളി അടിപൊളി. ഓ ഇതെവിടെ കൊണ്ടുപോകണം? എന്നെ എവിടെ കൊണ്ടുപോകണം? എന്താണ്? ഓ എന്താ നമ്മൾ ഡാൻസ് ചെയ്യണോ? ഓ അതാടാ നമ്മളെ ഡാൻസ് ചെയ്യാനാ? ആ അടിപൊളി. അപ്പൊ ഡാൻസ് മാഡത്തിന് ഡാൻസ് അറിഞ്ഞൂടാ? നിങ്ങളോട് കൂടെ ഡാൻസ് ചെയ്യും. തിരിച്ച് അടിപൊളി അടിപൊളി. ഓക്കെ പോയിട്ട് വരാം. ഓക്കെ ബൈ. ഓക്കെ പോന്നേ. അവർക്ക് ഓണം സെലിബ്രേഷൻ അവർ നടത്തട്ടെ എല്ലാരും കൂടി. ഓക്കെ ശരി പോയിട്ട് വരാം. ഫോട്ടോ ഒക്കെ എടുത്ത് ആവശ്യം പോലെ ഫോട്ടോ ഉണ്ട്. ഓ ഇഷ്ടം പോലെ ഫോട്ടോ ഉണ്ട്. ഓക്കെ വളരെ സന്തോഷം. പോയിട്ട് വരാം. ഓക്കെ കൊള്ളാം എല്ലാരും കൊള്ളാം. അടിപൊളി. ചോറൊക്കെ കഴിച്ചു പായസം കുടിച്ചു. എല്ലാം ഓക്കെ ആണ്. എല്ലാം ഓക്കെ. അയ്യോ ഓക്കെ പോയിട്ട് വരട്ടെ. അതെ മോൻ പുറത്തോട്ട് പോരാ. അയ്യോ മോന്റെ പേരെന്തായിരുന്നു? ദേവൻ പോയിട്ട് വരാം. ഓക്കെ ദേവനാ കൂടെ ഇറങ്ങുന്നത്. ഇത് വേറെ വണ്ടിയാ, അതിനകത്ത് കയറി അത് വേറെ ആളുടെ ഈ മോനെ എവിടെ നിന്ന് വന്നേ? അമ്മ മരിച്ചു. പിന്നെ അച്ഛന് ആണോ?
ബാക്കി സഹോദരങ്ങൾ അവര് വരെയൊന്നുമില്ല, ഞാൻ തന്നെ. അല്ല, ആരാണ് കൂടെ പിള്ളേരുണ്ടോ? ഇവിടെ ഒരു ബ്രദർ സഹോദരി സിസ്റ്റർ ഉണ്ട്. ആണോ? അവര് എന്ത് ചെയ്യുന്നു? അവര് ആ കൊച്ചു പഠിക്കുന്നു. പഠിക്കുന്നത്. അപ്പം അതിനാര് നോക്കും? അതിനെ ബന്ധുക്കളാണ്. ബന്ധുക്കൾ നോക്കും അല്ലേ? അപ്പം നിങ്ങളെ വിളിച്ച് തന്നാണോ? ആ, ഞാൻ പോയിട്ട് വരാം കേട്ടോ. നല്ല കുട്ടിയായിട്ടിരിക്കണേ യതി. ഓക്കെ, ഓണത്തിന് വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരണം. ഇത് മോനെ എന്തായാലും ആ ദേവ പോയിട്ട് വരാം കേട്ടോ. മിടുക്കനായിട്ട് ഇവിടെ ഇരിക്കണം. പഠിക്കാനൊന്നും പറ്റില്ല. പോയിട്ട് വരാം. എല്ലാം ഓക്കെയാണ്. ഓക്കെ, പോയിട്ട് വരാം. ഈ മോന്റെ പേര് അയ്യോ പിന്നെ മറന്നു. മുട്ടായി കൊണ്ടുവരാം. തരാം. പാട്ടുപാടിന് സ്പെഷ്യൽ മുട്ടായി വേണം എന്ന് പറഞ്ഞു. ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ 1-2 മുട്ടായി കാണണം. നോക്കട്ടെ, ആകെ 2 മുട്ടായിയേ ഉള്ളൂ. ഒന്ന് ഈ കുട്ടിക്ക്, നമ്മുടെ ചെറിയ ആളിന്. എനിക്ക് നീ തരിക. അതെടുക്കല. ടാറ്റ. ഓ ടാറ്റ. അയ്യോ, ഓക്കെ. ശരി. ഓക്കെ. ഇപ്പൊ മുട്ടായി കിട്ടിയപ്പോ ചിരി അതല്ലേ? ഓക്കെ, ശരി. പിന്നെ ഒരു ദിവസം മുട്ടായി കൊണ്ട് തരാം. വേറെ കുറെ മുട്ടായി കൊണ്ട് തരാം. ഓക്കെ, ശരി, ബൈ.